So hello guys, welcome back. It's me, Alec Bro. So നമ്മളിന്നത്തെ പരിപാടിയാണ് നമുക്ക് ഞാൻ ഇന്ന് കളിക്കുന്നതെന്ന് പോലും പറഞ്ഞില്ലല്ലോ. നമ്മളിന്ന് കളിക്കുന്നത് മൈൻക്രാഫ്റ്റ് ജാവ എഡിഷൻ ഞാൻ ഫസ്റ്റ് ടൈമാണ് കളിക്കുന്നത്. നേരത്തെയൊക്കെ ബെഡ് റോക്ക് എഡിഷൻ ആയിരുന്നു, പിന്നെ മറ്റേ ട്രയലും കളിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു ഇത് വെച്ചാണ് ഞാൻ ഇപ്പോൾ കളിക്കുന്നത്. ഗ്രാഫിക്സ് എല്ലാം കുഴപ്പമൊന്നുമില്ല. എനിക്കറിയാത്ത കാര്യം എന്ന് വെച്ചാൽ നമുക്ക് എങ്ങനെ ചെയ്യണ്ടടാ എൻ്റെ അടുത്തോട്ട് പോകുന്നത്. വാ ഫസ്റ്റ് നമുക്ക് കുറച്ച് ട്രീസ് കണ്ടുപിടിക്കണം. അയ്യോ സർവൈവൽ മൂഡ് വരുന്നില്ലേ. അയ്യോ കുറച്ച് വുഡ് കട്ട് ചെയ്യണം. അത് വെച്ച് ഞാൻ ബെഡ് റോക്ക് എഡിഷൻ കളിച്ചതുകൊണ്ട് എനിക്കറിയാം എന്തൊക്കെ ഉണ്ടാക്കണമെന്ന്. നമുക്ക് പിന്നെ വരുന്നു ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കണം. ക്രാഫ്റ്റിംഗ് ടേബിളിൽ പിന്നെ സ്റ്റോൺ അഡ്വാൻസ് അച്ചീവ്മെൻ്റ് എടുക്കണം, സ്റ്റോൺ എടുക്കണം. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു പിക്കാക്സൊക്കെ ഉണ്ടാക്കണം. നമുക്ക് ഇപ്പോൾ കുറച്ച് വുഡും കളക്ട് ചെയ്യാം, ഒത്തിരി വുഡും കളക്ട് ചെയ്യാം. ഞാൻ ശ്രുതിയുടെ ഫാനാണ്. ഞാൻ ശ്രുതി എണ്ണാന്നും പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങോട്ടങ്ങ് ചെല്ലും. ശ്രുതി എണ്ണ മൈൻഡ് ചെയ്യത്തില്ലായിരിക്കും അല്ലേ. ശ്രുതി കളിക്കുന്നത് കണ്ടിട്ടാണ് ഞാനും ഇതൊക്കെ കളിക്കാൻ തുടങ്ങിയത് തന്നെ. സെക്ക് ഇവിടെ കിളിച്ചു വരുന്ന എന്തോന്നടയത്. ശ്രുതിയണ്ണ ഐ ലവ് യു. ഒക്കെ ഒരു സ്റ്റാക്ക് വുഡങ്ങ് എടുത്താലോ? വേണ്ടല്ലേ, ഒരു സ്റ്റാക്കും ഒന്നും വേണ്ട. ഫസ്റ്റ് ഇൻവെൻട്രിയിലോട്ട് പോവാം. ഇതെടുത്തിട്ട് ഇങ്ങനെ സെക്ക് സോറി ഷിറ്റ് മറന്നുപോയി. ഫസ്റ്റ് പ്ലാങ്ക്സിലോട്ടാക്കണം. പ്ലാങ്ക്സിലോട്ടാക്കിയിട്ട് വേണം ഇതെല്ലാം ചെയ്യാൻ. ഓക്കെ, ഇത് ഇത്രയും മതിയായിരിക്കുമല്ലേ. അവിടെ ഇരി. വുഡ് സെക്ക് ക്രാഫ്റ്റിംഗ് ടേബിളേ. നമ്മൾ ക്രാഫ്റ്റിംഗ് ടേബിൾ എടുത്തിരിക്കുന്നു ഗൈസ്. ആഹാ, ഇവിടെ തന്നെ ഉണ്ടല്ലോ. ശരിയുണ്ടേ, നമുക്ക് എവിടെങ്കിലും ഒരു സർവൈവൽ ബേസ് കണ്ടുപിടിക്കണം. ഹൈഡി ബുക്ക് കാണിക്കേണ്ടതാണല്ലോ. സൈഡ് ബുക്ക് കാണിക്കണ്ടേ? എന്തായാലും പ്ലാങ്ക്സ് ഇങ്ങോട്ടിരിക്കട്ടെ. 4 സ്റ്റിക്ക് കിട്ടിയിട്ടുണ്ട് നമുക്ക്. സ്റ്റിക്ക് വെച്ച് നമുക്ക് സ്റ്റിക്ക് വെച്ച് നമുക്കൊരു ആദ്യമേ ഒരു ആക്സ് ഉണ്ടാക്കണമായിരിക്കും. ഒരു ഡൗട്ട് ഇതിനൊക്കെ ഇങ്ങനെ രണ്ടെണ്ണം വേണമായിരുന്നു എന്നൊരു ഡൗട്ട്. ഉണ്ടാക്കുന്നെന്തോണെന്ന് മനസ്സിലായി കാണുമായിരിക്കുമല്ലോ അല്ലേ. അയ്യോ അതല്ല, യെസ് ഇത് തന്നെ. യെസ്, നിങ്ങൾക്ക് വേണമെങ്കിൽ എൻ്റെ വാളെന്ന് വേണമെങ്കിലും പറയാം. പിന്നെ ഞാൻ ഇന്നത്തോടൊരു കാര്യം തീരുമാനിച്ച്, ഞാൻ ഫേസ് ക്യാം ചെയ്യാൻ പോകുന്നില്ല. ഫേസ് ക്യാം ഞാൻ മടുത്ത്. ഫേസ് ക്യാമിന് എഡിറ്റ് വേണം, എന്തൊക്കെയാണെന്ന്. യെസ് യെസ്.
പറഞ്ഞത് കൂട്ട് ഓക്കെ. വുഡ് പ്ലാങ്ക്സ് എടുത്തിട്ട് എന്തൊരു പാടായതൊക്കെ. എന്തുവരുന്നു ഞാൻ ഉണ്ടാക്കാം. ഓ സോറി. വെച്ചിട്ട് യെസ് യു നോണ്ടർ ക്ലോസ് ചെയ്യാം. ഓ ഷിറ്റ്, രാത്രിയായല്ലോ. നമുക്ക് അച്ചീവ്മെൻറ്റ് മേടിക്കാൻ ഇത്തവണ പറ്റിയില്ല. സ്റ്റോണിൻ്റെ അച്ചീവ്മെൻറ്റ് നമുക്ക് രാവിലെ തന്നെ കണ്ടുപിടിക്കാം. നമുക്ക് രാവിലെ ആവുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യണ്ട. അതുവരെ നമുക്ക് ഇവിടെ വല്ലതും കയറിയൊക്കെ ഇരിക്കല്ലേ. സ്റ്റോണിൻ്റെ മേളിൽ കൂടെ ഞാൻ നടക്കുന്നത്. പക്ഷെ രാത്രി മൈൻഡ് ചെയ്യാൻ പോകാൻ പേടിയുള്ളതുകൊണ്ട്. ഷീപ്പ് 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 ബ്രൗൺ ഷീപ്പാ. ഷീപ്പ് 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 അവിടെ നിൽക്കൂ. ഷീപ്പ് ഷീപ്പ് അവിടെ നിൽക്കൂ. ഷീപ്പ് ഓടരുത്. ഷീപ്പ് ഷീപ്പ് നിങ്ങൾ ഉറങ്ങാൻ പോകുകയാണ്. ഷീപ്പ് ഷീപ്പ് നിങ്ങൾ ഉറങ്ങുക. ഷീപ്പിന് ഇവിടെ കോളാണോ ഇത്? കോളാണോ ഇത്? എന്ത് സാധനം? രാത്രി കോൾ. നെവർ ടെൽ മീ ദാറ്റ് ഇറ്റ് ഈസ് കോൾ. അപ്പോൾ നമുക്കൊരു സർവൈവൽ ബേസ് ഇവിടെ തന്നെ ഉണ്ടാകും. കാരണം നമ്മുടെ സ്വിമ്മിംഗ് പൂളല്ലേ ഇവിടെയൊക്കെ ഉണ്ട്. സ്വിമ്മിംഗ് പൂൾ ഉള്ളിടത്ത് ഞാൻ വീട് വെക്കത്തുള്ളൂ. കുറച്ചും കൂടെ പിരിക്കേണ്ടി വരും. ഒരു സ്റ്റോണിൻ്റെ മേളിൽ വീട്. ഇത് പറക്കുന്ന വീട്. ഇതെന്തോട്? ഇത് UFOയാ ഉള്ളല്ലോ. മീൻസ് നമുക്ക് കുറച്ചും കൂടെ റിസോർസസ് കിട്ടിയിട്ട് അവിടെ ഒരു എന്തെങ്കിലും പറക്കുന്നയോ വല്ല അങ്ങനെയൊക്കെ തുടങ്ങാം. ഉടനെ തന്നെ നമുക്ക് ഇത് വരും കേട്ടോ, ഒരു ക്രിയേറ്റീവ് മൂഡ് വരും. ക്രിയേറ്റീവ് മൂഡിൽ നമ്മൾ പല നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ഉണ്ടാക്കും. നിങ്ങൾ പറയുന്നത് എന്താണോ അത് ഉണ്ടാക്കിയിട്ടേ ഉള്ളു കാര്യം. ക്രിയേറ്റീവ് മൂഡ് ഭയങ്കരമായിട്ട് കണ്ടുപിടിച്ച സമ്മതിക്കണം അല്ലേ. സാറേ ഇത് കിട്ടിയായിരുന്നു. ഷീപ്പ് ബെഡ് ഉണ്ടാക്കാം നമുക്ക്. ഷീപ്പൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. പോലെയാടാ മുത്തല്ലിയോളാ. അങ്ങോട്ട് കൂള്. യെസ് ഞാൻ നിന്നെ കൊല്ലാൻ വരുന്നു. എൻ്റെ മുമ്പിലോട്ട് തന്നെ വരുന്നു. ഞാൻ ആരാണെന്നറിയാവോ? ഇവിടുത്തെ കൊലപാതക ഷാടാ എന്തുവാ ഇത്? മർഡറർ. ഇവിടെ പറ്റത്തില്ലേ. കുഴപ്പമില്ല, ഞാൻ ചത്തുപോയി. ക്രാഫ്റ്റിംഗ് ടേബിൾ ഇരിപ്പുണ്ടല്ലോ. ഇതിൻ്റെ അകത്ത് കയറിയിട്ട് 3 വൂളുണ്ടല്ലോ. ഇവിടെ പ്ലേസ് ചെയ്യണം. ഓ സെക്ക് ഇവിടെ. ആഹാ റെഡ് ബെഡ്.
കൊള്ളാമല്ലോ. ഇവിടെ ഇരിക്കട്ടെ. ഇങ്ങോട്ടൊരു ക്ലോസ് ചെയ്. ഇതേ നമുക്ക് തൽക്കാലം ഇവിടെ കിടന്നുറങ്ങാം. രാവിലെ ആയി. ഇനി നമുക്ക് സ്റ്റോൺ മൈൻ ചെയ്യാൻ പോകണം. അതിന് മുമ്പ് കുറച്ച് കോള് വേണം. കോളൊക്കെ സിമ്പിളി കിട്ടുന്നടാ. കോള് കാരണം കേവിൻ്റെ അകത്തൊക്കെ പോകുമ്പോൾ അല്ലേ കിട്ടുന്നത്. ഇവിടെ നേരത്തെ എന്നെക്കാട്ടിലും മുമ്പ് ആരെങ്കിലും വന്നിട്ടുണ്ട്. കോണൊക്കെ ഇവിടെ ഇരിക്കുന്നു. കോല് കളി ഭയങ്കര തമാശ. ഞാൻ എന്തിനാ ഇങ്ങനെ ചുമ്മാ കിടന്ന് തമാശ പറയുന്നേ? एकदम फटू हुई है. കോൾ. ഇനി മുമ്പ് നമുക്ക് സ്റ്റോൺ മൈൻ ചെയ്യാൻ പോകണം. ഞങ്ങളുടെ ബ്രൗൺ ഷീപ്പ് പക്ഷേ പോയേന്. എടാ ഞാൻ ഇറങ്ങുമ്പോൾ ആരെങ്കിലും വന്നായിരുന്നു. കുറച്ച് സ്റ്റോൺ മൈൻ ചെയ്യാം. ആദ്യത്തെ സ്റ്റോൺ. യെസ്, അച്ചീവ്മെൻ്റ് ഒന്നും കിട്ടിയില്ലേ? ഇങ്ങോട്ടിരുന്ന് പോയി നോക്കട്ടെ. 10 വിളിച്ചു. ഇത് വേണം, ഇനിയും വേണം. അയേണിൻ്റെ അച്ചീവ്മെൻ്റ്. അയേൺ ആർമറൊക്കെ ഉണ്ടാക്കിയിട്ട് നമുക്ക് കേവലൊക്കെ ഒന്ന് പോയി നോക്കണം. എൻ്റെ വീഡിയോ എടുക്കുന്ന സമയം എത്രയായി? 12 മിനിറ്റ്. എൻ്റെ വീഡിയോ എടുക്കുന്ന സമയം കൂടിപ്പോയാൽ 30 മിനിറ്റാണ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ ഇരിക്കാം. നമുക്ക് ഒരു 2 സ്റ്റാക്ക് സ്റ്റോണെങ്കിലും എടുത്തിട്ട് വരാം. ചിലവർ വിചാരിക്കും സ്റ്റോൺ വെച്ച് എന്തോ ചെയ്യാനാണ്. ടൂൾസ് സ്റ്റോൺ കഴിഞ്ഞിട്ടേ ഉള്ളൂ. നെതറൈറ്റും കുതറൈറ്റും അല്ല. എൻ്റെ പിക്കാസ് ഇപ്പോൾ പോവും. ചാടി നോക്കട്ടെ. കുറച്ചും കൂടെ ഉണ്ട്. ചുമലയായിരിക്കുക. 2 സ്റ്റാക്കും ഒന്നും ഇല്ല കേട്ടോ. നമ്മളിപ്പോൾ മൈൻഡ് ചെയ്ത് രണ്ടെണ്ണം വെച്ചെടുത്തോണ്ടിരിക്കുക. നമ്മൾ പാവപ്പെട്ടവരെ. അങ്ങനെ നമ്മൾ കടുത്ത സ്വിമ്മിംഗ് പൂളിൻ്റെ അടിയിൽ എന്ത് ഇവിടം വരെ എന്തത്? ഓ, സ്റ്റോണായിരുന്നു. ഗ്ലിച്ചായിരുന്നടേ. അയ്യോ, പെട്ടാ? ഇല്ല, പെട്ടില്ല. നമുക്ക് തൽക്കാലത്തേക്ക് നമ്മുടെ സ്റ്റോറേജ് വേണ്ടേ ഇങ്ങോട്ടുണ്ടാക്കിയേക്കാം. ക്രാഫ്റ്റിംഗ് ടേബിള്. എന്തിയാടാ ക്രാഫ്റ്റിംഗ് ടേബിള്? ഇൻട്രിക്കകത്താണ്. അയ്യോ, ഞാൻ ഡ്രോപ്പ് ചെയ്തതാ. എന്തിനു ക്രാഫ്റ്റ്? ഇത് മാത്രം പറയരുത് ക്രാഫ്റ്റിംഗ് ടേബിൾ എൻ്റെ കയ്യിൽ നിന്ന് പോയെന്ന്. ഇല്ല, ഇതൊക്കെ എന്തിനാ? ഇതൊക്കെ എടുത്ത് ഇങ്ങനെ ഇടണം. അയ്യല്ല. അയ്യോ, തണുക്കുന്നേ. ഒക്കെ ആദ്യം ഉണ്ടാക്കണ്ടേന്ന് വെച്ചാൽ നമുക്കൊരു കാര്യം ചെയ്താലോ. കുറേ വുഡും കളക്ട് ചെയ്തുകൊണ്ട് വരാം. സോ ഹിയർ ദ ട്രൂ ജേർണി ബിഗിൻസ്. ഇതുവരെ നമ്മളൊരു റോൾ പ്ലേ ആയിരുന്നു കളിച്ചുകൊണ്ടിരുന്നത്. അയ്യോ, വെള്ളമാണ്.
ഇനി മുതൽ നമ്മൾ എല്ലാത്തിനെയും എടുത്ത് എല്ലാത്തിനെയും കരുത്ത് കാണിച്ചുകൊണ്ടാണ് അത് ഷീപ്പല്ലയോ? എന്താ അങ്ങനെ? ഷീപ്പ് എന്താ മേളില്? 2 എണ്ണം കെട്ടി. നമ്മുടെ 10ാമത്തെ വ്ളോഗ് ഏതായിരുന്നു? ഞാൻ സുധിയെക്കുട്ടി കളിക്കണമെന്ന് വിചാരിച്ച ആദ്യത്തെ വ്ളോഗ് എടുത്ത് മാറ്റി വെക്കണം. പക്ഷേ വ്ളോഗ് ഇല്ലാത്തവന്മാർക്ക് വ്ളോഗ് എങ്ങനെ എടുത്ത് മാറ്റി വെക്കാനാണ്? സുധി, ഐ എം എ ട്രൂ ഇൻസ്പിറേഷണൽ ബ്രോ ഫാൻ, ബിഗ്ഗസ്റ്റ് ഫാൻ ഓഫ് സുധി. സുധിയുടെ ലെറ്റ്സ് പ്ലേ വേൾഡിൻ്റെ അത് ആ മാപ്പ് ഉണ്ടാക്കിയതോ, ആ മാപ്പ് എന്തോ കളിയായിരുന്നു. ഓക്കെ, ബ്രിക്ക് ആവശ്യത്തിന് ഞാൻ ഉണ്ടാക്കിയിട്ട് നമുക്ക് കാണാം. അതുകൊണ്ട് ഇങ്ങനെ തല പൊക്കി വെച്ച് മൈൻഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴല്ല അവിടെ ഐസ് വേൾഡ് ഉണ്ട്. ഇനി ജ്യൂസ് വേൾഡ് ആവാതിരിക്കാൻ വേണ്ടി ഞാൻ അങ്ങോട്ടൊന്ന് പോയി നോക്കട്ടെ. ഇവിടെ നിന്ന് മേളിൽ നിന്ന് ഹാർഡ് കോർ ആയിരുന്നെങ്കിലും, ഇത് ഹാർഡ് കോറല്ല, ഹാർഡാണ്. ഇത് ഹാർഡ് കോർ. ഇതെന്ത് ബ്ലോക്കാ? സ്നോബോൾ. നമുക്ക് താഴെ തന്നെ അല്ലേ നല്ലത്? ഇതെന്ത് ക്രിസ്മസ് ട്രീയോ? ക്രിസ്മസ് ട്രീ ഒക്കെ വന്നല്ലേ? ക്രിസ്മസ് ട്രീയെ പേരോടങ്ങ് പിഴുതുകളെ. ബിഗ്ഗസ്റ്റ് ഫാൻ ഓഫ് സുധി. സുധിയെ കണ്ടിട്ടല്ല ഞാൻ ഈ എലൈറ്റ് ബ്രോ FC മൊബൈൽ വീഡിയോ 3 എണ്ണം ഇട്ട. അതിൻ്റെ അകത്ത് ഇംഗ്ലീഷ്. ഇപ്പം മലയാളം എന്താണെന്ന് നിങ്ങൾ പലവരും വിചാരിക്കുന്നുണ്ടായിരിക്കും അല്ലേ? അതൊക്കെ നമ്മുടെ ഒക്കെ നമ്മളിടുന്നതിൻ്റെ കുറച്ച്. മൈൻക്രാഫ്റ്റ് കളിക്കുമ്പോഴും പിന്നെ എൻ്റെ ചേട്ടനായിട്ട് കളിക്കുമ്പോഴും മാത്രമേ ഞാൻ മലയാളം പറയത്തുള്ളൂ. ബാക്കിയുള്ള എല്ലാത്തിലും ഞാൻ ഇംഗ്ലീഷാണ്. വീഡ് സം റൈറ്റ്. പിന്നെ എനിക്ക് ഇംഗ്ലീഷ് അറിയത്തില്ലെന്ന് ആക്ടിങ് ചെയ്യുന്ന കേട്ടോ. ഐ നോ ഇംഗ്ലീഷ്. ഐ ക്യാൻ സ്പീക്ക് ഇംഗ്ലീഷ് വെരി വെൽ. നമ്മളാണ് ഇവിടുത്തെ രാജാവ്. പ്രജാപതി. എവിടുന്നൊരു മീറ്റ്. എന്തെങ്കിലും ഒന്ന് കഴിച്ചില്ലെങ്കിൽ ചേട്ടാ 10 ദിവസമായാൽ ചേട്ടാ 3 മണിക്കൂറായി ചേട്ടാ എല്ലാം കഴിച്ചിട്ട്. വിശക്കുന്നു കേട്ടാ. ചേട്ടനെങ്കിലും എന്നെ കേൾക്കുന്നു ഞാൻ വിചാരിച്ചു. ചേട്ടാ ഞാനിപ്പം ഇത് പമ്പരം കറക്കിന് കറങ്ങിക്കളയും കളിക്കുന്നു. എനിക്ക് കുടുംബക്കാരുടെ അടുത്തോട്ട് കൊണ്ടുവന്ന അവരൊക്കെ എന്തോ ചെയ്യുമെന്ന് നോക്കട്ടെ. ഞാൻ ആരാണെന്നറിയാമോ? വടിവാള് വാസു എന്നാണ് എൻ്റെ പേര്. കുഴപ്പമില്ല, വിശപ്പ് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് കുറയ്ക്കാം. ഇപ്പം നമുക്ക് ഉറങ്ങേണ്ട സമയമാവാറായി. അതിന് മുമ്പേ നമുക്ക് സ്റ്റോൺ ടൂൾസ് ക്രാഫ്റ്റ് ചെയ്യാം. എന്തായാലും 21 ഇതുണ്ടല്ലോ, 21 ഇതുണ്ടല്ലോ. നമുക്ക് എന്തുവാ ടൂൾസൊക്കെ ഉണ്ടാക്കിയിട്ട് നമുക്ക് കാണാം കേട്ടോ. ടൂൾസൊക്കെ ഉണ്ടാക്കിയിട്ട് ഞാൻ ടൂൾസ് ഉണ്ടാക്കുമ്പോഴൊക്കെ ഭയങ്കര ഉണ്ടാതിരിക്കും കേട്ടോ. ഒന്നും വിചാരിക്കരുത് അത് വിചാരിച്ചോണ്ട്.
നിങ്ങൾക്ക് എന്നോട് പറയാനുള്ള എല്ലാം കമൻറ്റ് സെക്ഷനിൽ പറയാം. ഞാൻ കമൻറ്റ് സെക്ഷനിൽ എല്ലാ ദിവസവും വൈകിട്ട് പോയിരുന്ന് നോക്കാറില്ല, പക്ഷേ എല്ലാം ബ്ലാങ്ക് ആയിരിക്കും. മ്ലാനത അതെനിക്കിഷ്ടമല്ല. ഇനി നോക്ക് വുഡ് സ്പ്രൂസ് ഇങ്ങനെ എടുക്കണം. മാല കിട്ടത്തുള്ളൂ. യെസ്, ആയിരമോറഹ നഞ്ചൻ്റെ പോക്കറ്റിൽ നഞ്ചിൻ്റെ നടുവിൽ ഓരോ ജീവിക്കുമ്പോഴായിരമോറഹ ഇഷ്ടിനെ ടൂണൂണൂണൂണൂ. കല്ലുണ്ടല്ലോ. ആദ്യം തന്നെ നമുക്ക് സോഡിന്ന് തന്നെ അങ്ങ് തുടങ്ങാം. നെഞ്ചിൻ്റെ പോക്കറ്റിൽ നെഞ്ചിൻ്റെ നടുവിൽ ആയിരമോറ. പിന്നെ ഒരു ചെസ്റ്റ് ഉണ്ടാക്കണം. ചെസ്റ്റ് നമുക്ക് നാളെ രാവിലെ എണീറ്റിട്ട് ഉണ്ടാക്കാം. ആദ്യം ഇപ്പോൾ ഒരു സ്റ്റോഡ് ഉണ്ടാക്കിയല്ലോ, അത് തന്നെ ധാരാളം. രണ്ടര ഗ്ലോസി ബിട്ടെടുത്ത് ഇങ്ങോട്ടിട്ട് കിടന്നുറങ്ങി. ഇറ്റാ അല്ലാണല്ലോ. അപ്പം നമുക്ക് ഇന്നത്തെ പരിപാടിയാണ് അണ്ടർഗ്രൗണ്ട് മൈനിങ്ങിന് പോകണം. അതിനുവേണ്ടി നമുക്ക് ആദ്യം ഒരു ടോർച്ച് വേണ്ടി വരും, പിന്നെ കുറച്ച് ടൂൾസും. ആർമറ പോലും ഇടാതെ പോവാ ഞാൻ. എന്ത് വേണമെന്നാ ഇപ്പോഴത്തെ പിള്ളേരുടെ ഉണ്ടാവും. ആർമറൊക്കെ എന്ത് വേണം ചോദിച്ചാൽ അയൺമാൻ്റെ സ്പേസ് സൂട്ടാണെന്ന് പറയും. സുതി ആരാണെന്ന് ചോദിക്കുകയാണെങ്കിൽ എൻ്റെ മാമൻ്റെ പേരാണെന്ന് പറയും. നല്ലതാ. ഇപ്പോഴത്തെ പിള്ളേരെല്ലാം മൈൻക്രാഫ്റ്റൊക്കെ വിട്ട് ഇപ്പോൾ GTA 5 അങ്ങനത്തെ ഒക്കെ ഗെയിംസിലോട്ടാണ് കൂടുതൽ പോകുന്നത്. പക്ഷെ കുറച്ച് ക്രിയേറ്റീവ് ആവണമെങ്കിൽ കബിൾ സ്റ്റോൺ മതി. കുറച്ച് ക്രിയേറ്റീവ് ആവണമെങ്കിൽ എന്താ വേണം? മൈൻക്രാഫ്റ്റ് കളിക്കണം. യെസ്, മൈൻക്രാഫ്റ്റ്. ഇറ്റ്സ് മൈൻക്രാഫ്റ്റ്. Minecraft, I love you, but Minecraft doesn't love me. Yo, ACL Crypto. No. Wooden sword +4 +5 +3 +2 +4 എല്ലാം ഉണ്ടല്ലോ. ബ്രൗൺ വുഡ്. വൂഡൊന്നും വേണ്ട. നമുക്ക് ഇനി ഉണ്ടാക്കേണ്ട ഷവലാണ്. ഒരു ഷവലും വേണം. പോയി ചാവാൻ പാടില്ല, ബട്ട് എന്നാലും നമുക്ക് കളയുന്നില്ല. എനിക്ക് തിരിച്ചു കിട്ടുന്ന പിള്ളേര്. ഷവല് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതും കൂടെ എടുക്കട്ടെ. ഫസ്റ്റ് വെട്ട്. ഫസ്റ്റ് വെട്ട് എൻ്റെ ഇത് ആക്സും ഉണ്ട്. നമുക്ക് ഫസ്റ്റ് വെട്ട്. നമുക്ക് നമ്മുടെ എന്താ പറയുക, നമുക്ക് എന്തുവായിരുന്നു ക്രാഫ്റ്റിംഗ് ടേബിൾ അടിച്ചു കൊടുക്കാം. നമ്മളാദ്യത്തെ. എന്നിട്ട് നമ്മുടെ സ്റ്റോൺ പിക്കാക്സിൻ്റെ ആദ്യത്തെ വെട്ട് നമുക്ക് അയൺ കിട്ടുമ്പോൾ തുടങ്ങാം. ആദ്യത്തെ വെട്ട് എവിടെ കൊടുക്കണം? യെസ്, കിങ്ങിണിക്കുട്ടികൾ. കുറേ കിങ്ങിണിക്കുട്ടികൾ. കിങ്ങിണിക്കുട്ടി. ഇത് കറമ്പിക്കുട്ടിയാണ്. അപ്പോൾ കറമ്പി, ഐ ഡോണ്ട് വാണ്ട് ടു ബി എ റേസിസ്റ്റ്.
നീക്ക് ഭാഗ്യമില്ലടി. അയ്യോ ഇതെവിടെ വന്ന് ഡീപ് ഫ്ലൈറ്റിൻ്റെ ലോകമാണ്. അയ്യോ സുധി, ഐ ലവ് യുടാ. നമുക്ക് എവിടെ നിന്നെങ്കിലും ഒരു കേവ് കണ്ടുപിടിക്കണം. ഇതെന്തോ മഷ്റൂം ആയിരിക്കും അല്ലേ? യെസ്, പണ്ട് എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു. പണ്ട് ഞാൻ ബെഡ് റോക്കിൻ്റെ അകത്ത് ക്രിയേറ്റീവ് കളിക്കുമ്പോഴേ എൻ്റെ വീട് ഞാൻ ഇങ്ങനത്തെ ഭയം കണ്ടുപിടിച്ചിട്ട് ഇതിൻ്റെ മുകളിലങ്ങ് വെക്കുമായിരുന്നു. ഇപ്പോൾ നിൻ്റെ മേളിൽ കയറി നോക്കി. ശരി, ആക്ഷേപിക്കുന്നു. ചത്ത എനിക്ക് മാത്രം എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നേ? ഏയ് പ്രജാപതി, ഏതാണോ എൻ്റെ സുകുമാരൻ? എവിടെ നോക്കിയാലും ഷീപ്പേ ഉള്ള ഒരു ചിക്കനെ വന്ന് തന്നുകൂടായോ? ചിക്കനെ പോലും തരത്തില്ല. എന്തുവാണ്? കേവ് കണ്ടിരിക്കണം. നേരത്തെ ഞാനൊരു കേവ് കണ്ടായിരുന്നു ഇവിടെ എവിടെ, ബട്ട് ആ കേവ് ഞാൻ മറന്നുപോയി. അല്ലേ ക്രിസ്മസ് ട്രീ ഒക്കെ ഉള്ളു. എന്തുവാ? നമുക്ക് അടുത്ത വീഡിയോയിൽ ഒരു മൈനിങ് ഏരിയ കണ്ടുപിടിക്കാം. മൈനിങ്ങിന് കേവ് ആയിരിക്കും ബെസ്റ്റ്. പക്ഷെ നമുക്ക് സ്വന്തമായിട്ടൊരു മൈൻ ചെയ്യണം. അങ്ങനെ എൻ്റെ എന്തൊരു കേവ്. ഞാനേ ഉള്ളിങ്ങനെ 5 ഹാർട്ടും കൊണ്ട് കളഞ്ഞ് ബാക്കി 5 ഹാർട്ട് ഇരിക്കുന്നു. എന്തോ നാടായി. കഴിക്കാനുള്ള ഇത് കിട്ടി. ഇന്ന് ഫുള്ള് പന്നിയിറച്ചി ഇന്ന് കളിക്കാം. ഫുള്ള് പന്നിയിറച്ചി പടയ്ക്കാതെ വന്ന് പടച്ചാൽ എനിക്ക് വേണം കേട്ടോ. എന്നെ ഞാൻ കൊല്ലട്ടേടാ. എന്നെ അങ്ങ് തീർത്തേക്കാം. എന്നെ അങ്ങ് തീർത്ത് മാറിയേക്ക്. വെട്ട് സാബുടെ ദിനം ഇറച്ചി വെട്ടി കൊടുക്കും ഞാൻ. അയ്യോ പടയ്ക്കാതെ കിടന്നു മീനെ. അതെല്ലാം കഴിക്കട്ടെ. ഞാനൊരു മൊബൈൽ പ്ലെയർ ആകട്ടോ. PC ഒന്നുമില്ല നിങ്ങൾ വിചാരിക്കുന്നോട്ട്. പക്ഷെ പോയേ ഈ ആർട്ട് കയറ്റാൻ വേണ്ടി എന്തോ ചെയ്യണം. കമൻറ്റ് സെക്ഷനിൽ ഒന്നും ഇടണേ. എനിക്ക് സുധിയെ കൂട്ടാവണം. പക്ഷെ എന്നെ ഫാൻ ബേസ് കുറവാണ്. എനിക്ക് ഫാൻ ബേസ് കൂടുതലാണ്. മൈൻക്രാഫ്റ്റ് കോഡ് വെറുതെ അല്ല. ഞാൻ മൈൻക്രാഫ്റ്റ് ദൈവം. ഈ സാധനത്തിൻ്റെ അടുത്തോട്ടേലും പറ്റുന്നുണ്ട് മക്കളെ. ഞാൻ അല്ല കേട്ടോ. നമുക്ക് ഇപ്പുറത്തോട്ടൊന്ന് ഇറങ്ങി നോക്കാം. എനിക്ക് ഈ ഐലൻഡ് ബേസ്ഡ് പ്ലെയിൻ സർഫേസ് ഉള്ള ഒത്തിരി ഇഷ്ടമാണ്.
പ്ലെയിൻ സ്ഥലം എവിടെയെങ്കിലും കിട്ടിയായിരുന്നെങ്കിൽ ഒരു സർവൈവൽ ബേസ് എന്ന് പറഞ്ഞാൽ. ഞാൻ ഇപ്പോൾ ഒരു തിരച്ചിലെന്ന് വെച്ചാൽ ഒരു കേവിലേക്കാണ് തിരച്ചിൽ. കേവിലേക്ക് പോകണമെങ്കിൽ സ്പീഡ് റൺ ചെയ്യണോ വേണ്ട? ഇത് മലയുടെ മേളിൽ നിന്ന് വല്ല താഴെ വീണ റീസ്പോൺ ആകാൻ ബെഡ് പോലും ഇല്ല. എന്താണ് ഇവിടെ ഇത്ര മല്ലന്മാര്? സൺലൈറ്റ് ഒന്നും അടിക്കത്തില്ല. സൺലൈറ്റ് അടിക്കാതെ ഉണ്ടല്ലോ കൊള്ളാലോ. കണക്കുയിലേ കണ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ്. നിങ്ങൾ ഓവർ സ്പീഡ് റൺ ചെയ്തതുകൊണ്ട് നിങ്ങൾക്ക് 50,000 രൂപ പെറ്റി. സ്പീഡ് റൺ ചെയ്യാൻ പറ്റാത്ത കാലം സ്പീഡ് ഒരു മിനിറ്റ്, ഞാൻ ഇവനോട് ഒന്ന് നോക്കാം. എനിക്കറിയത്തില്ലയോടാ നീ ചാകാൻ പോവാണെന്ന്. പിന്നെന്തിനാണ് സത്യം? ഞാൻ വീഴ്ത്തിയതാണെന്നോ? ശേ, നീ സംസാരിക്കണ്ട. ഏതെങ്കിലും ഒരു കമ്പി പിടിയടാ. കേവില്ലാത്ത വേൾഡാ. കേവാണ്, ഇതൊരു കേവാണ്, ഇതൊരു കേവാണോ? ഒരു മിനിറ്റ്, ഞാൻ എൻ്റെ ബെഡ് കൂടെ എടുത്തിട്ടില്ലേ? രാവിലെ മൈനിങ്ങിന് കയറാം. സുഖമുറക്കം സുഖമുറക്കം സുഖമുറക്കം. ഫസ്റ്റ് തന്നെ നമുക്ക് നമ്മുടെ ക്രാഫ്റ്റിംഗ് ടേബിൾ എടുത്തിട്ട് ഞാൻ എടുത്ത് കളഞ്ഞ. ഫസ്റ്റ് തന്നെ നമുക്ക് ക്രാഫ്റ്റിംഗ് ടേബിൾ എടുത്തിട്ട് ഈ ലോഗിനെ മാറ്റി വെക്കണം. ലോഗിനെ ഇങ്ങോട്ടേ കാണാൻ വെച്ചേക്കാം. ലോഗിനെ ഇൻവെൻട്രിക്കകത്ത് വെച്ചിട്ട് അവിടെ ഇരിക്കത്തില്ല, അവിടെ എന്നിട്ട് കുറച്ച് സ്റ്റിക്ക് ഇങ്ങനെ എടുക്കണം. അല്ല, എനിക്കൊരു കാര്യം അറിയത്തില്ല. ഇങ്ങനെ ചെയ്യുമ്പം എത്ര നേരം കൊണ്ടിത് ചെയ്യുന്നു? വല്ലതും സംഭവിച്ചോ? ഇങ്ങനെ ചെയ്യുമ്പം ഓ ഇങ്ങനെ ഓക്കെ. ടോർച്ച് എടാ, ടോർച്ച് എന്ത് ചെയ്യും? ബെഡിങ്ങോട്ടിരിക്കട്ടല്ലേ? പിടിച്ച് ചേടാ, ഇതെല്ലാം ഇപ്പം എന്തോ
ഇങ്ങനാടാ. പിന്നെ നമുക്ക് എന്തോ ഇത് നമ്മളിപ്പോൾ ബെഡ് റോക്കിലെത്തിയോ? ബെഡ് റോക്ക് ആണോ എന്ന് നോക്കട്ടെ. ബെഡ് റോക്ക് തന്നെ. നമ്മൾ വന്നു ഈ വഴിയല്ലേ, അപ്പോൾ ഈ വഴി തന്നെ അങ്ങ് പോകണം. എവിടെയും പെടാൻ പാടില്ല. സോംബീസൊക്കെ സ്പോണാവാൻ എനിക്ക് താഴെ ഇതുവഴിയല്ല. ശ്വാസം മുട്ടുന്നു. ഡീപ് സ്ലേറ്റിൻ്റെ ലോകമാണ് ഇത്. നമ്മളങ്ങനെ എത്തിയിരിക്കുന്നത്. ഒന്നും കോള് കിട്ടിയില്ല. മിക്കവാറും സ്റ്റോൺ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരുമായിരിക്കും അല്ലേ. കുഴപ്പമില്ല. നമുക്ക് എവിടെയെങ്കിലും ഒരു സർവൈവൽ ബേസ് ഉണ്ടാകും ഇതിൻ്റെ അടുത്തോട് തന്നെ. നമുക്കേ ഗൈസ് ഇവിടെ മൊത്തം സാൻഡ് വെച്ച് ഫില്ല് ചെയ്യാം. സാൻഡ് വേണ്ട, എന്തെങ്കിലും ഡേർട്ടായാലും മതി. കോബൽ സ്റ്റോൺ ആവുമ്പം സാൻഡ് എവിടെന്നെങ്കിലും ഒന്ന് ഒപ്പിക്കാമെന്ന് നോക്കട്ടെ. സാൻഡില്ല. നമുക്ക് വുഡ് വേണ്ട. അപ്പം നമുക്ക് സ്റ്റോൺ ആക്സ് മതി. സ്റ്റോൺ ആക്സ് അല്ല, ഡേർട്ട് മതി. എനിക്കിപ്പം തൽക്കാലത്തേക്ക് ഞാനിപ്പോൾ എൻ്റെ ക്രാഫ്റ്റിംഗ് ടേബിള് അങ്ങോട്ട് മാറ്റി വെക്കുകയാണ്. എന്നിട്ടൊരു ചെസ്റ്റ് ഉണ്ടാക്കണം. എൻ്റെ ഇപ്പം ഇരിക്കുന്നെല്ലാം തന്നെ എടുത്ത് വെക്കാൻ. അയ്യോ, കോബൽ സ്റ്റോൺ ആവശ്യമുള്ള. ഓ ഇത് നമ്മൾ പോയ അതിൻ്റെ അതേ ഏരിയ തന്നെ. നമ്മൾ കണ്ട് ഇതിലേക്ക് ഇടാം. അല്ല, ഇത് ഞാൻ ഫസ്റ്റ് സ്പോണായ സ്ഥലമാണ്. തിരിച്ചങ്ങോട്ട് തന്നെ വന്നു. ഒരു ബെറ്റർ ലുക്കിന് വേണ്ടിയാണ് വീഡിയോയുടെ തുടക്കത്തിൽ ആ സ്ഥലത്ത് തന്നെ. ഇത് ഗ്രാവല. ഫസ്റ്റ് ഓഫ് ഓൾ എൻ്റെ അടുത്ത് ചെടിയൊന്നും ഇടിക്കാൻ പാടില്ല. ഉണ്ടാക്കിയിട്ട് യെസ് ബോയ്. ഇങ്ങോട്ട് എടുത്ത് വെക്ക്. വുഡൻ ആക്സ്, പിക്കാസ്, സ്റ്റോണ്. ഇതെല്ലാം ഞാൻ ചെസ്റ്റിൻ്റെ അകത്തോട്ട് വെച്ചിട്ട് കാണാൻ കേട്ടോ. ഓക്കെ, ചെസ്റ്റിനെ നമുക്ക് ക്യാരി ചെയ്യാം.
നമുക്ക് സർവൈവൽ ബേസ് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ അത് വെക്കാം. ഫസ്റ്റ് നമുക്ക് ഡേർട്ട് മൈൻ ചെയ്യാൻ പോകണം. ഡേർട്ട് ഇവിടെ നിന്നൊക്കെ ഈസി. സാൻഡ് ഇരിപ്പുണ്ട് കേട്ടോ. സാൻഡ് ഇത്ര വേണ്ട, സാൻഡ് വേണ്ട. അത് സർവൈവൽ ബേസ് ഉണ്ടാക്കാൻ സാൻഡ് ഇവിടെ എങ്ങാണോ ഒരു മറ്റേ മഷ്റൂം കിളിച്ചേക്കും ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അവിടെ എൻ്റെ സർവൈവൽ ബേസ് ഉണ്ടാക്കിയാണ്. അതിൻ്റെ മേളിൽ കുറേ വുഡ് കളക്ട് ചെയ്തിട്ട് ഇപ്പോൾ വീണേന് ഇതിൻ്റെ അകത്തെന്തോ ഒരു ഫുൾ ഹാർട്ട് ആയതായിരുന്നു, അതും കൊണ്ടുപോയി കളഞ്ഞു. ഞാൻ ഇതെന്തോ കാണിക്കുക ഇത്. ഒരു മിനിറ്റ്. എന്താണ് എനിക്ക് ഒന്നുമില്ലെന്നു. സ്റ്റീവ് si pora tor bor bol sokod masias എവിടെ പോയിക്കൊണ്ടിരി. അയ്യോ എനിക്ക് വിശക്കുന്നുണ്ട്. പെട്ടെന്ന് ഫുഡ് കണ്ടുപിടിക്കണം. രാവിലെ ആവട്ടെ. ബെഡ് ഇവിടെ ഇട്ടേക്കാം. പിഗ് ഇവിടെയുണ്ട്. നേരിട്ട് ഓടിക്കരുത്. ഇന്ന് വെട്ട് സാബൂടെ ചെയ്തോ. വെട്ട് സാബു നിനക്കറിയ അതിരാ എവിടെ പോന്നടാ? എനിക്ക് നീ നിറച്ച് തന്നിട്ട് പോയാൽ മതി. എങ്ങോട്ട് പോകും? പരലോകത്തേക്ക്. കൗവിനെ കുട്ടിയെ കൊന്നാ എന്താ ചെയ്യും? കൗവിന് സ്പീഡുണ്ടോ? പോയി അച്ചീവ്മെന്റ്. കൗ തിപ്പറാ. കൗവിന് ജോറിയൊക്കെ ഉണ്ടോ? കൗവിന് ജോറി ഉണ്ടോ? ഇത് കഴിക്കാൻ പറ്റുമോ? ടിപ്പറ് കഴിക്കാനും പറ്റത്തില്ല. ലെതറായിരുന്നു. കൗ ടിപ്പറെത്തി. റോ ബീഫ്. ബീഫാണ് കഴിക്കാൻ. നമ്മൾ ബീഫൊക്കെ കഴിക്കത്തുള്ളൂ. ഇങ്ങനെ നമുക്കിപ്പോൾ ഒരു വിശപ്പും ഇല്ല. അതുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെ ഏത് പാർക്കോർ സ്റ്റൈല് ജീവിതമാ. ഒക്കെ എന്തോ പറ്റിയടാ ഇവർക്കൊക്കെ. ഇപ്പം നമുക്ക് നമ്മുടെ ഒരു ടാർഗറ്റ് ഉണ്ടായിരുന്നു, സ്റ്റോൺ ടൂൾസ് ഉണ്ടാക്കാൻ. അത് നമ്മൾ സക്സസ്ഫുള്ളി കഴിഞ്ഞു. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് തീരുവാണ്. താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ.